മേൽ വന്നു. 7 ദിവസം പാളയത്തിനകത്ത് അവൾ അടയ്ക്കപ്പെട്ടു. 7 ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കളുടെ യാത്ര പെൻഡിങ്ങിലായി. ആരോടൊക്കെ ചില വാക്കുകൾ നിമിത്തം നിങ്ങളുടെ യാത്ര പലപ്പോഴും പെൻഡിങ്ങിലായി. ദൈവത്തിന് ആത്മാവ് പറയും, ദൈവത്തിന് ആത്മാവ് ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, അതായത് ഒരു പുതിയൊരു ആരംഭത്തിലേക്ക്, ഒരു പുതിയ തുടക്കം എന്ന വണ്ണം ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തരാൻ പോവുകയാണ്. ശബൽ കബർ ചരാതി രക്തത്താൽ വചനത്താൽ ജയമെടുക്കും. ശബൽ ബൗഷ്മനാതി. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വിഷയം ഇവിടെ വന്നത് സാന്നിധ്യത്തിനകത്തേക്ക് കൊണ്ടുവരിക. ഈ സാന്നിധ്യത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ദൈവം ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മന്ന പറക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ വെള്ളിയാഴ്ച പറക്കുന്ന മന്നയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ദിവസം കൂടി ഇരിക്കും. എന്നാൽ പെട്ടകത്തിനകത്തേറിയ മന്നയ്ക്ക് ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിച്ചു. ലൈഫ് ഉണ്ടായതുപോലെ ഒരു എക്സ്പാൻഷൻ. ഹല്ലേലൂയ. ഇവർ പറക്കി വെക്കുന്ന സ്വരൂപിക്കുന്ന മന്ന പിറ്റേ ദിവസം ക്രമിക്കുക. എന്നാൽ ക്രമിക്കാത്ത മന്ന എവിടെയാ? സാന്നിധ്യത്തിലേക്ക് കയറിയപ്പോൾ അതിന്റെ ചരിത്രം ദൈവം മാറ്റി. ഇന്ന് പകൽ എനിക്ക് ഉറപ്പായി ഞാനൊരു കാര്യം പറയാം, നീ സാന്നിധ്യത്തിലേക്ക് കയറി. സാന്നിധ്യത്തിലേക്ക്, ദൈവ മഹത്വത്തിലേക്ക് ചലിക്കാൻ തീരുമാനിക്കുക. അക്ഷരം വിട്, അക്ഷരം വിട്, അക്ഷരം വിട്, അക്ഷരം വിട്. ഞാൻ 7 വർഷം അക്ഷരത്തിൽ സൂചിച്ച മനുഷ്യനാണ്. എനിക്ക് നിങ്ങളോട് അക്ഷരത്തിൽ വേണമെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ സൂക്ഷിക്കാൻ എനിക്ക് ഇപ്പോഴും കെൽപ്പുണ്ട്. ഞാൻ പറയുന്നതല്ല. അക്ഷരം വിട്. പൗലോസ് പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി അബലമാകുന്നു, എന്റെ ആത്മാവ് ബലപ്പെടുകയാണ്. അത് പറയുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയാകിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. അപ്പോൾ സാന്നിധ്യത്തിനകത്ത് കയറിയ വിഷയത്തിനകത്ത് വർദ്ധനമുണ്ടായതുപോലെ ഇന്ന് പകൽ നീ സാന്നിധ്യത്തെ കയറി പിടിച്ചാൽ നിന്റെ ശുശ്രൂഷയുടെ ലെവൽ മാറുകയാണ്. നിങ്ങൾ നടന്നു പോകുമ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സാന്നിധ്യത്തെ തിരിച്ചറിയും. ഞാൻ ചോദിക്കട്ടെ, ഈ തബീത എന്ന് പറയുന്ന മാൻപേട എന്ന അർത്ഥമുള്ള പെൺകുട്ടിനെ മാളിക മുറിക്കകത്ത് കുളിപ്പിച്ച് കിടത്തിയപ്പോ പത്രോസെ നിന്നെ കണ്ടപ്പോ എന്താണ് ചാടി എഴുന്നേറ്റ? പത്രോസിനെ പറ്റി നമുക്കറിയാം, 3 വട്ടം തള്ളിപ്പറഞ്ഞ് ഓടിയ മനുഷ്യനാണ്. എന്നാൽ സാന്നിധ്യത്തിൽ പിടിച്ചപ്പോൾ സാന്നിധ്യമാണ് ചിലതിനെ ദൈവം തിരിക്കാൻ ഇടയാക്കിയത്. ഞാൻ പറയുന്നത് പോലെ ഇന്ന് പകൽ ചിലർ കം ടു ദ പ്രസൻസിലേക്ക് പോകാം. വേറൊന്നും നിങ്ങളൊന്ന് എംഫസൈസ് ചെയ്ത് പ്രസൻസിലേക്ക് വന്നാൽ നിങ്ങളുടെ നരയൊന്നും വിഷയമല്ലെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് നരയുണ്ട്, നരയൊന്നും വിഷയമല്ല. സാന്നിധ്യത്തിൽ വന്നാൽ നിങ്ങളുടെ പ്രായം ഒരു വിഷയമല്ല. അൺക്രോസബിൾ ആയിട്ട് അതായത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കുന്നു. ഞാനിവിടെ പറയാം, ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ട് പോകുന്ന ചില പ്രതികൂലമായിരിക്കാം, ഇനി ഒരിക്കലും നടക്കാൻ പോകുന്ന വിഷയമല്ല. പക്ഷെ സാന്നിധ്യത്തിലേക്ക് വന്നു. ഞാൻ നോക്കട്ടെ, ഈ മറിയടുക്കൽ വന്ന് ദൂത് പറയുകയാണ്, നാളെ നിന്നിൽ ഉൽപ്പാദിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ ജനിതമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ ആ ദൂത് സ്വീകരിച്ചത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. നമ്മൾ പലരും പറയുകയാണ്, എനിക്ക് കാലിന് മുട്ടുവേദന, കണ്ണിന് കാഴ്ചക്കുറവ്, അവൻ എന്തേലും നമ്മൾ റീസണുകളെ കണ്ടെത്തുക. പക്ഷെ റീസൺ അല്ല വേണ്ടത്, സൊല്യൂഷനാണ് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേടിച്ചിരിക്കും പോലെ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കലും ഒരു പ്രായമുള്ള ഒരു അച്ഛൻ മരിക്ക സഹജനമായി രോഗത്തിൽ കിടക്കുക. ഞാൻ പറയുന്ന മരിക്കാൻ കിടക്കുമ്പോ ചെറിയ 2-3 വാക്കുകൾ പറഞ്ഞു. മക്കൾക്കാർക്ക് മനസ്സിലായില്ല. അപ്പൊ മൂത്ത മോൻ വന്ന്, ഇളയ മോൻ വന്ന്, 5 മക്കൾ വന്ന് വന്ന് നിൽക്കുമ്പോൾ ഇവർ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, അപ്പൻ എന്തോ നന്മ ഇവിടെ ഒളിച്ചു വെച്ചിട്ടാണ് പുള്ളി പാവം നനച്ച് പറ്റിപ്പോയത്, അതുകൊണ്ട് അപ്പനെ സംസാരിപ്പിക്കണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, അടുത്തൊരു ഡോക്ടറുണ്ട്, 5 ലക്ഷം രൂപ എടുത്ത പുള്ളി ഇഞ്ചക്ഷൻ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ 5 ലക്ഷം രൂപ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി പൈസകളൊക്കെ സ്വരൂപിച്ച് വെച്ച് അപ്പൊ ഡോക്ടറിനെ വിളിച്ച് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഒരിക്കൽ സംസാരിക്കുക ചെയ്യാൻ പറ്റും, 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരണം. അങ്ങനെ സമ്മതിച്ചു. പുള്ളിക്കാരൻ ഇഞ്ചക്ഷൻ എടുത്തു. പുള്ളി നിർഭാഗ്യവശാൽ സംസാരിച്ചു. കഥയാണ്, ചോദ്യമില്ല. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അപ്പൻ പറഞ്ഞ 2 വാക്കാണ്, കാളക്കുട്ടി അടുക്കളക്കകത്ത് നിന്ന് എന്തോ തപ്പിപ്പടക്കി തിന്നുന്നുണ്ട്. മരിക്കാൻ കിടന്നാൽ കാളക്കുട്ടി അവിടെ നിൽക്കണമെന്നാണ് പുള്ളിയുടെ വിചാരം. ഹല്ലേലൂയ. ഇന്ന് പലക്കാർ നമ്മള് ഇവിടെ ഇരിക്കുന്നതായിട്ട് എപ്പം തീർന്നു കിട്ടും എന്നുള്ള, ഞാൻ ആരും മുഷിപ്പിക്കാറില്ല, ഒരു പതിവില്ല. സൈക്കോളജി പറയുന്നത് 20 മിനിറ്റ്സ് അവൻ 20 മിനിറ്റ് മാത്രമേ നമ്മളെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മനുഷ്യനെ സംബന്ധിച്ച്. കഴിഞ്ഞ 3 മണിക്കൂർ നമ്മൾ സഹിക്കല്ലേ. പക്ഷെ വചനം പറയുകയാണ്, 3 രാവും 3 പകലും ഇരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ദൈവം ഒരു ആവശ്യം അറിഞ്ഞ വിട്ടത് 12 കൊണ്ട് ബാക്കി കൊടുത്തു. ഞാൻ പറയാം, നീ ആത്മാർത്ഥതയോടെ ചിലത് മിച്ചം പിടിക്കാൻ പോവുക.
ചിലർ മിച്ചം പിടിക്കാൻ പോകുക. നാളുകളായി നിന്റെ കരത്തെ ഡ്രൈനസിലേക്ക് മുക്കിയ ചില സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ സ്പിരിറ്റ് ഓഫ് ഡ്രൈനസുകൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ശാസിക്കും. അപ്പോൾ മിച്ചം പിടിക്കാതിരിക്കുക. ഞാൻ പറയാം എന്റെ സ്നേഹിതരെ, നമുക്ക് എനിക്ക് 24 മണിക്കൂർ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി 24 മണിക്കൂറേ ഉള്ളൂ. അതിനപ്പുറം ആർക്കും 24 മണിക്കൂർ അപ്പറില്ല. പക്ഷെ ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്ന അതിന്റെ അടിസ്ഥാനമായിരിക്കും ചെയ്യാം. ഹിസ്കിയാവിന് 15 വർഷത്തെ കടികാരത്തെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചതുപോലെ നാളുകൾ നിങ്ങൾ അധ്വാനിച്ചത് കിട്ടാതെ നിങ്ങളെ പ്ലെന്റിങ്ങിൽ കിടക്കുന്നതിന് ദൈവത്തിന് ഒറ്റ സമയം തിരിക്കാം. സാന്നിധ്യത്തിലേക്ക് വാ. ഒരിക്കലും കൂടെ പ്രസൻസിലേക്ക് വാ. ഈ സാന്നിധ്യത്തേക്ക് വന്ന ഒരു പ്രത്യേകതയുണ്ട്. യാബോത്തിന്റെ കടവിനകത്തിരുന്നപ്പോൾ ദൈവം ഒറ്റ നിമിഷം കൊണ്ടാണ് യാക്കോബിന്റെ 20 വർഷം തിരിച്ചത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ പുള്ളി കാര്യബലത്തിൽ നടത്തി, ആരോഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യം സാന്നിധ്യത്തിൽ ദൈവം തിരിച്ചു. ഞാൻ ഉറപ്പായും പരിശുദ്ധാത്മ നിയോഗത്തിൽ ചിലരെ നോക്കി ആത്മാവിന്റെ ദർശനത്തിൽ ഞാൻ പറയാം, അവൻ ചിലതിനെ ദൈവം തിരിക്കുക, ചിലരെ ദൈവം യൂട്ടേൺ അടുപ്പിക്കും, ചിലതിനെ ദൈവം യൂട്ടേൺ അടുപ്പിക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭയ സാന്നിധ്യത്തിലേക്ക് സാധനം കൊണ്ടുവരുന്നു. ഈ സാന്നിധ്യത്തിൽ വെച്ച വിഷയം പിന്നെ എന്ത് ചെയ്യാ? അത് പൂക്കുകയും കായ്ക്കുകയും അവൻ ഫലം കൊടുക്കുവാനിടയായി തീർന്നു. നമ്മൾ സാന്നിധ്യത്തിൽ വന്നാൽ ചിലത് പൂക്കാൻ പോവുകയാണ്. നാളുകളായി പൂക്കാത്ത ബദാം വർഷത്തിന് ഞാൻ എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വന്നാൽ ഞാൻ ഒത്തിരി അധികം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്, ഒത്തിരി അധികം ഫ്രൂട്ട്സ് പ്ലാന്റ്. പക്ഷെ ഓരോന്നിനും ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ അൺസീസണിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സുകളുണ്ട്. പക്ഷെ ഇതിന്റെ കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 9 ദിവസം 10 തിളരെടുക്കുന്നുണ്ട്, 19 ദിവസം കൊണ്ട് തിളരെടുക്കുന്നുണ്ട്. ഇത് പിന്നെ മാസം കഴിഞ്ഞിട്ട് തിളരെടുക്കുന്നതുകൊണ്ട്. പക്ഷെ നോക്കണമേ, ഒരു സാന്നിധ്യത്തിനകത്ത് ഒരു വടി കൊണ്ട് വയ്ക്കുമ്പോഴേ അത് പൂക്കുകയും കാക്കുകയും ചെയ്യുന്നെങ്കിൽ ലിമിറ്റേഷൻ ഇല്ല. ലിമിറ്റേഷനെ ക്രോസ് ചെയ്തതുപോലെ ഞാൻ പറയാം, നിങ്ങൾക്ക് നാളുകളായി ശത്രുവും ലോകവും ഇട്ട ചില ബൗണ്ടറികളെ ക്രോസ് ചെയ്യാൻ, മനുഷ്യനിട്ടത്, വിരോധി ഇട്ടത്, ശത്രു ഇട്ടതിന് ക്രോസ് ചെയ്യാനുള്ള ദൈവിക നിയോഗം ദൈവാത്മാവ് അവനോട് കാഴ്ച കാണിക്കുന്ന കാര്യം പറയാം. നാളുകളായിട്ട് തീരാത്തൊരു കണ്ണുനീർ, ശത്രുപ്രവർത്തനം. ഇതെന്നെ ഒന്ന് ഈ ഭാരം ഒന്ന് ബാഡനൊന്ന് ഇറക്കി വെക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. പക്ഷെ സാധ്യതകൾ മുമ്പിൽ വരും, പക്ഷെ ഇംപോസിബിൾ വെളിപ്പെടാറുണ്ട്. 38 ആണ്ട് കൊണ്ട് ബെളസ്തയുടെ കുളക്കരയിൽ കടന്ന മനുഷ്യൻ, അവിടെ ഇംഗ്ലീഷിൽ പദം കൊടുത്തിരിക്കുന്നത് ഇൻവാലിഡ് മാൻ. പലരും പറയുക ഇവൻ ഒരു അസാധുവായ മനുഷ്യനാണ്. 38 ആണ്ട് കൊണ്ട് നടക്കാത്തത് ദൈവം ഒരു ദിവസം കൊണ്ട് ചെയ്തതുപോലെ ചിലത് ദൈവം അവൻ പൂക്കുന്ന ഒരു അനുഭവത്തെ പരിശുദ്ധാത്മാ കാണിക്കുക. ഈ മാസം ചിലത് ദൈവം നിങ്ങളെ പൂക്കിപ്പിക്കും. അതിന്റെ ഫ്രാഗ്രൻസ് നെക്സ്റ്റ് മന്ത് ഉണ്ടാകും. ശബൽ കർത്താരിയ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച ദിവസം ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയപ്പെടുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്രാർത്ഥന വീരന്മാരാണ്. ശബല കരബന തുരിയാം കരാചാരവർദ്ധന അദുരി ഘടകതല ദുരിവിരി ഘടകതല ധാരി ഘടകത ബോധ ഘടകം ചാരവർദ്ധന ശുദ്ധിവിരി ഘടകതല ധാരവർദ്ധന ശുദ്ധിവിരി ഘടകതല ധീരമനത. ചില ലിമിറ്റേഷനുകൾ ക്രോസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില ലിമിറ്റേഷനുകൾ, ചിലരിട്ട പരിധികളെ നിങ്ങൾ പൊട്ടിക്കാൻ പോവുക. ശബൽ കവർത്തന ധാരവർദ്ധന. ഞാൻ കാണുന്ന കാഴ്ച ഞാൻ പറയാം പ്രിയ സിസ്റ്ററെ. യേശു തന്നെ ശിഷ്യന്മാരുമായി പടകിൽ കയറി യാത്ര പുറപ്പെടുമ്പോ പടകിന് വിരുദ്ധമായ ഒരു കാറ്റടിച്ചു. പക്ഷെ ആ കാറ്റ് വെള്ളത്തെ തട്ടി, വെള്ളത്തെ പ്രകോപിച്ച് പടകിന് നിറച്ചു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു മേഖലയ്ക്കകത്ത് നല്ലൊരു പ്രോബ്ലം എഴുന്നേൽക്കുന്നതാണ്. കാറ്റ് വെള്ളത്തെ പ്രകോപിച്ച് അതിനകത്ത് നിറച്ചതുപോലെ എവിടെയൊക്കെ ചിലതിനെ പ്രകോപിപ്പിച്ച് ചിലതിനെ മുക്കിക്കളിവൻ നാളുകളായി ചില പിന്തുടര അവകാശവാദങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പൊട്ടിക്കുക. ശബൽ കർത്താരിയ വൈശ്വസ്മനാദിയ രക്തത്താൽ വചനത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു നിയോഗത്തിലേക്ക്, അടുത്തൊരു ഷിഫ്റ്റിലേക്ക് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്ന ഒരു റഷ് വിൻഡ്. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റഷ് വിൻഡ്, അതായത് ചിലത് കീറി മുറിക്കത്തക്ക നിലവാരത്തിൽ പരിശുദ്ധമായ നിയോഗം നിങ്ങൾക്ക് മുമ്പായി കടന്നു ചെല്ലുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുക. ഇരുൾ തീങ്ങിടും പാതകളിൽ
ഒരു വിഷയം സാന്നിധ്യത്തിനകത്ത് കയറുമ്പോ ആ വിഷയം മുമ്പത്തെ സംഭവം എന്താ, മഞ്ഞ പറക്കിയവരൊക്കെ പറഞ്ഞ ഇത് ഡീക്കിയായി പോകും, ഇത് ക്രമിച്ചു പോകും. പക്ഷേ വിശ്വാസത്തോടെ ഇത് സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ ദൈവം അതിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു. ഒരു വെള്ളിയാഴ്ച കൂടെ ഇരിക്കുന്നതിന് ദൈവം അത് ദിവസങ്ങളാക്കി മാറ്റിയതുപോലെ ആരോടൊക്കെ പറയുന്നു, പകൽക്കാലം ചില മേജർ ഷിഫ്റ്റുകള് ദൈവത്തിന്റെ ആത്മാവ് ആർക്കൊക്കെ വേണ്ടി ചെയ്യുകയാണ്. പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് ഇതെന്റെ മൺപാത്രത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൺപാത്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ഈ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഒന്ന്, തനിക്കേറ്റ മുറിവ് എന്താ, നീ അപ്പോസ്തലനായ പൗലോസ്, അതായത് നിന്നെ ആരാണ് ഈ നിയോഗത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവന്റെ അപ്പോസ്തലികത്വം ചോദ്യം ചെയ്തു. രണ്ട്, തന്നോട് പറയുകയാണ്, നീ ജഡത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാ, യു ആർ വാക്കിംഗ് ടു ദ സ്പിരിറ്റിൽ സഞ്ചരിക്കുന്നതല്ല, നീ ജഡത്തിൽ നടക്കുന്ന ഫ്ലഷിൽ നടക്കുന്ന മനുഷ്യനാ. ഒന്ന് തീരുകയാണ്. അവരോട് പറയുക, നീ എന്താ, ഒന്ന്, ഈ മനുഷ്യൻ എന്ത് സഞ്ചരിക്കുക, ജഡത്തിൽ സഞ്ചരിക്കുക. രണ്ട്, ഞാൻ തന്റെ അപ്പോസ്തലികത്വം ചോദിക്കുക. താൻ ഇതിനെല്ലാം കൂടെ ഒരൊത്തരം പറഞ്ഞു, ഈ അത്യന്ത ശക്തി സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം. മുറിവിനെ കെട്ടാൻ, നിന്റെ മുറിവിനെ കെട്ടാൻ, നിന്റെ മുറിവിനെ കെട്ടാൻ. നിന്റെ അകത്തെ മനുഷ്യനിലേക്ക് ചില മുറിവുകളുണ്ടല്ലോ, നിന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാ നീ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത് എന്ന് പലരും നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ മുറിവിനെ കെട്ടാൻ ഇന്നൊരു മെഡിസിന് കഴിയത്തില്ല, ആത്മന്റെ ശക്തിക്ക് കഴിയത്തുള്ളൂ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇതിനകത്ത് ആരൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഹീൽ ചെയ്യുക, അത് ആത്മതലത്തിൽ കാണുന്നവർ മൗനമായി ഇരിക്കരുത്. നിങ്ങൾ വലിയ ആരെയൊക്കെ ചില മുറിവേറ്റത്, ആരുടെ നീറിപ്പുകയ്ക്കുന്ന ചില വിഷയങ്ങൾ ദൈവം വലിച്ചു പുറത്തിടും യേശുവിന്റെ നാമത്തിൽ. അത് ജയമെടുക്കുക, ജയമെടുക്കുക. എവിടെയൊക്കെ ചില മുറിവുകളുണ്ടല്ലോ, അവ രാത്രിയുടെ യാമത്തിൽ നിന്റെ ഉറക്കത്തെ കെടുക്കുന്ന ചില ദുർവ്യാപാര സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ പട്ടണം വിട്ട് കുടുംബം വിട്ട് പൗലോസ് പറഞ്ഞൊരു കാര്യമല്ല, താൻ പഠിച്ച നോളജ് അല്ല അവിടെ വെളിപ്പെടുത്തത്. താൻ പറയുന്നത്, എനിക്കൊരു അത്യന്ത ശക്തി അറിയാം, ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് എന്നെ പിടിച്ച സൂര്യനേക്കാൾ കവിയുന്ന ഒരു അത്യന്ത ശക്തി, അത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ആണ്. ഇന്ന് രാത്രികാലം ഞാൻ ഒരു പകൽ ഉറപ്പായി പറയാം, ചിലയുടെ മേൽ നിന്ന് ചിലയുടെ മേൽ ആ ശക്തി വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിനോട് പറയുന്നത്, കുഞ്ഞെ, അത് തിമോഥെയോസിനോട് പറയുന്നത്, നിന്നിൽ വന്ന കൃപാവരം എന്റെ കൈവയ്പാൻ ജ്വലിക്കേണ്ടതിന് നീ അത് ഉപേക്ഷ വിചാരിക്കരുത്. എന്റെ പകൽക്കാലം നിങ്ങൾ ഉപേക്ഷ വിചാരിച്ചാൽ ദൈവം വേറൊരുവനെ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ അടുത്തൊരു പട്ടണത്തിൽ നിന്ന് വേറൊരുവനെ എഴുന്നേൽപ്പിക്കും. നിങ്ങളിലുള്ള കൃപാവരങ്ങൾ ഒന്നുകൂടെ ജ്വലിപ്പിക്കണമെന്ന് ആത്മനിയോഗമുള്ളവർ ദൈവത്തോടൊന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ വേഗത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. ഒന്ന്, ഈ ശക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഒന്ന് വായിച്ചട്ടെ. 8-ാമത്തെ വാക്യം വേഗത്തിൽ എടുത്തട്ടെ. 8-ാമത്തെ വാക്യം, ഹല്ലേലൂയ, മറിച്ച് കളയുന്ന 8-ാമത്തെ വാക്യം. അമ്മ 2 കൊരിന്ത്യർ ലേഖനം 4:8 വേഗത്തിൽ. somebody can read it please. ഞങ്ങൾ സകലത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിൽ ഞെരുങ്ങിയിരിക്കുന്നില്ല, അങ്ങനെയല്ലോ, ഇടുങ്ങിയിരിക്കുന്നില്ല. താങ്ക് യു. നോക്കണമേ, അവർ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അതിനോട് ചേർന്ന് പറഞ്ഞാൽ, കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. നിങ്ങൾ ആ വാക്ക് പറയാൻ പേടിക്കുന്നുണ്ട്. ഞാനൊരു ഗാർഡൻ എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഈ ഭാരമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കാണുന്നുണ്ട്, ഗാർഡനാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, അത് ഗാർഡനല്ല കുഞ്ഞ്, അത് അവൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയാ അതിനെ ക്യാരി ചെയ്യുന്നത്. ഇന്ന് പകൽ പറയാം, നിങ്ങൾ ചുമക്കുന്ന ചില ബാഡനുകളെ ക്യാരി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ഇതിനകത്ത് വിന്യസിച്ചിരിക്കുക. ഞാൻ പറയാം, ഒരറ്റം മുതൽ മററ്റം വരെ ആ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കളെ അസാധാരണമായ വീര്യപ്രവർത്തികൾ നടക്കും. പൗലോസ് പറയുക, ഞങ്ങൾ കഷ്ടം സഹിക്കാം, പക്ഷെ ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല. എന്താ കാര്യം? ഈ ശക്തി എന്നെ ഇടുക്കത്തിൽ അനുഭവിക്കുന്നില്ല. ഞാൻ ആരോടും ഇന്ന് രാത്രിയിൽ പകൽ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ഇടുക്കങ്ങളൊക്കെ ദൈവം വിശാലമായി കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് പകൽ ചില റിലീഫ്മെന്റിനെ അത് വെളിപ്പെടുക. നാളുകളായി നിങ്ങൾ ചുമക്കുന്ന ചില ബാഡനുകൾ അപ്പൊ ഒന്ന് മാറ്റി വെക്കാൻ, ഒന്ന് അതിനെ മാറിയെടുക്കും എന്ന് ചിന്തിച്ച യാത്രയുടെ യാമങ്ങൾ ഇന്ന് പകൽ ദൈവം തിരുത്തി കുറിക്കുക.
രക്തത്താൽ വചനത്തെ 1-2 സെക്കൻഡ് പ്രാർത്ഥിക്കാവോ? യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്ന ചില ഇടുക്കങ്ങൾ, നാളുകളായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില ഇടുക്കങ്ങൾ, അതെ കുഞ്ഞെ നീ കണ്ടം അനുഭവിക്കുന്നു. ഓക്കെ, കോമൺ ഫാക്ട് ആണ്. പക്ഷെ എങ്കിലും പറയാം, അത് നിന്നെ തുടർത്തില്ല, ആ ഞെരുക്കം നിന്നെ തുടർത്തില്ല, ആ പ്രതിസന്ധി വന്നത് നിന്നെ തകർക്കാനല്ല, പണിയാണ്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ അറിയാം, നല്ല ബാണങ്ങൾ ചുമക്കുന്നവർ എന്റെ മുമ്പിലുണ്ട്. നാളുകളായിട്ട് ചുമക്കുന്ന ചില ബാണുണ്ട്. കുഞ്ഞെ ഞാൻ വചനം പറയുന്നത് ഈ അത്ഭുതശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഈ ശക്തി എന്നില്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ചില മേഖലയ്ക്കകത്ത് മരണ